അറിവിന്റെയും മൂല്യങ്ങളുടെയും ലോകത്തുനിന്ന് സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കി പടിയിറങ്ങുന്ന വിദ്യാർത്ഥികൾക്കായി ചേന്ദമംഗല്ലൂർ അൽ മദ്രസത്തുൽ ഇസ്ലാമിയയിൽ ഹൃദ്യമായ യാത്രയയപ്പ് സംഗമം സംഘടിപ്പിച്ചു. അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒത്തുചേർന്ന ചടങ്ങ് സ്നേഹനിർഭരമായ ഒരു ഒത്തുചേരലായി മാറി. ഇസ്ലാഹിയ അസോസിയേഷൻ പ്രസിഡന്റ് സുബൈർ കൊടപ്പന ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും മദ്രസയിൽ നമുക്ക് ലഭിക്കുന്ന പാഠങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ അടിസ്ഥാന പാഠമായിക്കൊണ്ട് അവസാനം വരെ നമ്മുടെ ആയുഷിന്റെ അവസാനം വരെ നമ്മൾ കൂടെയുണ്ടാവും. പ്രത്യേകിച്ചും 1952 ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഫെബ്രുവരി മാസത്തിൽ തുടങ്ങിയതാണ് മദ്രസ. അതേ കെട്ടിടത്തിൽ ഇപ്പോഴും അത് നിലനിൽക്കുകയാണ്. ഇവിടെ പണ്ടൊക്കെ പഠിച്ചു പോയ ആളുകളൊക്കെ നമ്മോട് ഒരേ സ്ഥലത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ എന്തൊക്കെ മാറ്റം വരുത്തിയാലും ആ ബിൽഡിങ് അത് പൊളിക്കരുത് എന്ന് പറയാറുണ്ട്. അത് ഓർമ്മയാണ്, ഞങ്ങൾക്കൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചതാണ്. അറിവ് എന്നത് കേവലം സർട്ടിഫിക്കറ്റുകളിലല്ല, മറിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലാണെന്ന് അദ്ദേഹം തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. ചടങ്ങിൽ ഇല്യാസ് KT അധ്യക്ഷത വഹിച്ചു. മദ്രസ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് KT മുഹമ്മദ് അബ്ദുറഹ്മാൻ മുഖ്യാതിഥിയായിരുന്നു. ഞാനിപ്പോ ഈ വേദിയിൽ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് തീർത്തും മനസ്സിലാക്കുന്നു, വിശ്വസിക്കുന്നു. എനിക്ക് ഈ മദ്രസയിൽ നിന്ന് കിട്ടിയ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം എൻ്റെ ദീനീ പഠനം, വാസ്തവത്തിൽ ഔപചാരികമായ ദീനീ പഠനം ഈ മദ്രസയിൽ 10ാം ക്ലാസ്സോടുകൂടി തീർന്നിട്ടുണ്ട്. അതാകട്ടെ ഞാൻ വളരെ ഭംഗിയായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മദ്രസ പഠനത്തിലൂടെ നേടിയെടുത്ത ധാർമ്മികമായ അടിത്തറ ജീവിതത്തിന്റെ ഏത് മേഖലയിലും വിദ്യാർത്ഥികൾക്ക് കരുത്താകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അധ്യാപകരായ സലീന ടീച്ചർ, നജീബ് നിലമ്പൂർ, അദാഉല്ല എന്നിവർ വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് അമൻ മുഫ്തി, ഹാറൂൺ സഗറിയ, ഹാദി ഹനീഫ, റയ്യാൻ, മലീഹ സുബ്ലൂൽ, ഇഷ ഫാത്തിമ, അമൽ ഹുസ്ന എന്നിവർ മദ്രസയിലെ തങ്ങളുടെ മനോഹരമായ അനുഭവങ്ങൾ പങ്കുവച്ചു. തങ്ങളെ വളർത്തിയ അധ്യാപകരോടുള്ള നന്ദിയും സ്നേഹവും പ്രകടിപ്പിച്ച വിദ്യാർത്ഥികളുടെ വാക്കുകൾ സദസ്സിന് നൊമ്പരമായി. രക്ഷിതാക്കളുടെ പ്രതിനിധികളായി ആരിഫ ഷഫീഖ്, TK ജമീല എന്നിവരും സംസാരിച്ചു. മദ്രസയും വീടും തമ്മിലുള്ള ബന്ധം ഇത്തരം ഒത്തുചേരലുകളിലൂടെ കൂടുതൽ ശക്തമാകുന്നുവെന്ന് അവർ അഭിപ്രായപ്പെട്ടു. സ്നേഹവിരുന്ന് പരിപാടിയുടെ പ്രധാന ആകർഷണം രക്ഷിതാക്കൾ തന്നെ തയ്യാറാക്കിയ വിഭവസമൃദ്ധമായ സ്നേഹവിരുന്നായിരുന്നു. ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം പങ്കുവച്ച് കഴിച്ച നിമിഷങ്ങൾ മദ്രസ എന്ന വലിയ കുടുംബത്തിന്റെ ഐക്യം വിളിച്ചോതുന്നതായിരുന്നു. പ്രാർത്ഥനയോടെയും ശുഭപ്രതീക്ഷയോടെയും വിദ്യാർത്ഥികൾ പുതിയ വിജ്ഞാന മേഖലകളിലേക്ക് പടിയിറങ്ങിയതോടെ പരിപാടി അവസാനിച്ചു. ഉണ്ണിച്ചേക്കു, ടുഡേ ന്യൂസ്, മുക്കം.